കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ കാലാവസ്ഥയാണ്, ഏറ്റവും നല്ല മാസങ്ങളുമാണ് ഇനി അങ്ങോട്ടുള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം വരെയൊക്കെ നമുക്ക് നല്ലൊന്നാന്തരമായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞാൽ മാർച്ച് മാസം ഇനി വന്ന് എത്തിയത് അറിഞ്ഞതേ ഇല്ല, പെട്ടെന്ന് അങ്ങ് പോയി ജനുവരി, ഫെബ്രുവരിയൊക്കെ. അപ്പം എല്ലാവരും എന്തായാലും സന്തോഷത്തോടെ, സമാധാനത്തോടെ, ക്ഷമയോടെ ഒക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് മാർച്ച് മാസത്തെ കൃഷികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ മിനീസ് ലൈഫ് എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം മാർച്ച് മാസത്തിൽ എല്ലാവർക്കും കൃഷി ചെയ്യാവുന്ന ഒരു മാസമാണ് ഈ മാർച്ച് മുതൽ അങ്ങോട്ടുള്ളത്. കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും. കാരണം ഇനി അങ്ങോട്ട് എക്സാമൊക്കെ കഴിഞ്ഞാൽ പിന്നെ 2 മാസമൊക്കെ അവധിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സമാധാനത്തിൽ ഇരുന്ന് എല്ലാവർക്കും കൃഷി ചെയ്യാം. ഇപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ചീരയൊക്കെ അങ്ങോട്ട് ഇട്ടാൽ നല്ലതുപോലെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. കാരണം അധികം മഴയൊന്നുമില്ല, അതേപോലെ തന്നെ പുള്ളിക്കുത്തുകൾ, ഈ വാട്ടരോഗങ്ങൾ ഒന്നുമില്ലാതെ നമ്മുടെ ചീരയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഏതെങ്കിലുമൊക്കെ ടൈപ്പ്, പല ടൈപ്പ് ചീരകളൊക്കെ ഉണ്ട്, എന്നാലും ഒരു ടൈപ്പെങ്കിലും നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക. പല ടൈപ്പ് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. എല്ലാത്തിനും ടേസ്റ്റ് ഏകദേശം ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിലും പാൽച്ചീര, സുന്ദരി ചീര, റെഡ് ചീര, ഇതിനൊക്കെ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം എന്തായാലും ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ മുറ്റത്ത് വളർത്താനും ഇലവർഗ്ഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ടും എല്ലാവരും ശ്രമിക്കുക. അപ്പം പലതരത്തിലുള്ളതായ ചീരകൾ ഞാൻ ഗ്രോ ബാഗിനകത്ത് പാകി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നട്ടിരിക്കുന്നത് എൻ്റെ ഒരു തെങ്ങിന് ചുറ്റുമാണ് ചീര ഞാൻ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഗ്രോ ബാഗിനകത്തെല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. തെങ്ങിന് ചുറ്റുമെന്ന് വെച്ചാൽ തെങ്ങിന് ആവശ്യമുള്ളതായ വളമെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ടങ്ങ് മൂടിയിരിക്കുകയാണ്. അപ്പം ആ തെങ്ങിനകത്ത് തൈത്തെങ്ങാണ്. അപ്പം അതിനകത്ത് ഇതുവരെയും തേങ്ങയൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അതിനകത്ത് തേങ്ങയൊക്കെ പിടിക്കുമെന്നും നോക്കാം. അപ്പോൾ നമുക്ക് ചീരയും ആവും, ചീരയ്ക്ക് ഒഴിക്കുന്ന വളവും വെള്ളവും നമ്മുടെ തെങ്ങിനും ആവുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഐഡിയയിലാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, തെങ്ങിൻ തടത്തിലെ ചീര കൃഷി എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വെള്ളക്കൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് നാളായി. ഇപ്പം എന്തായാലും കൂമ്പ് വരും, ഒരു വെള്ളക്ക പോലും അതിനകത്ത് പിടിക്കത്തില്ലായിരുന്നു. അപ്പം എന്തായാലും ഇനി ഇങ്ങനെ ചുറ്റിനും ഇനി ഓരോ ടൈപ്പ് ചീര ഇതിനകത്ത് നടാനായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ സുന്ദരി ചീരയാണ് ഇതിനകത്ത് നട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ വൈകാച്ചീര നിൽപ്പുണ്ട്, നമ്മുടെ വളർത്താങ്കര ചീര നിൽപ്പുണ്ട്. അതിനെല്ലാം ഇനി അടുത്ത റൗണ്ടിനകത്തോട്ട് കയറ്റണം. ഇവിടെ എല്ലാം നമ്മൾ പാൽച്ചീര, സുന്ദരി ചീര, അതുപോലെ റെഡ് ചീര, ചെമ്പട്ട ചീര, മയിൽപ്പീരി ചീരയൊക്കെ നട്ടിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ചീര ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ സുന്ദരി ചീരയാണ് നട്ടിരിക്കുന്നത്. കണ്ടോ, നല്ല സുന്ദരി കുട്ടികളായിട്ട് കണ്ടോ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മുളക് തൈ നട്ടിരുന്ന ചട്ടിക്കകത്ത് തന്നെയാണ് സുന്ദരി ചീര നട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകം നമ്മളിപ്പം ബാഗ് പാത്രമൊന്നും എടുക്കണമെന്നില്ല. ഏതെങ്കിലും നട്ടേക്കുന്നതിൻ്റെ കൂടെ നമ്മൾ നട്ടിട്ട് ഇതങ്ങ് പറിച്ച് മാറ്റുമല്ലോ നമ്മൾ. ഇതെല്ലാം നമ്മളിനി വളരുന്നതിനനുസരിച്ച് പറിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കും. വേറെ ഗ്രോ ബാഗിനകത്ത് നമ്മളിത് നടും. അപ്പോൾ എല്ലാം നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. ചിലർ പറയും ചീര നട്ടാൽ പിന്നെ തളർന്ന് വീണ് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെന്ത് വേണമെന്ന് അറിയാമോ, നൈസായിട്ട് ചാണകവെള്ളം അങ്ങോട്ട് തളിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല തഴച്ചങ്ങ് നിന്നോളും. അപ്പോൾ ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കതിനെ പറിച്ച് നടാം. ഞാനൊരു 10 ഗ്രോ ബാഗിനകത്ത് സുന്ദരി ചീര ഇപ്പം നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അങ്ങോട്ട് നട്ടതേ ഉള്ളൂ അത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ വേണ്ട പാൽച്ചീര കുട്ടികളാണ് കേട്ടോ. പാൽച്ചീര അതിനകത്ത് റെഡ് ചീരയൊക്കെ നിൽപ്പുണ്ട്. പാൽച്ചീര അതിൻ്റെ തണ്ടാണെങ്കിൽ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് നിൽക്കും. അപ്പോൾ അതിനകത്തും കുറേ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. ഇനി അതിനെയും പറിച്ച് നടാനായിട്ട് പരുവായിട്ട് നിൽക്കുക. പയറിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പയർ നമുക്ക് പിന്നെ എപ്പോഴും നട്ടുപിടിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അവന് മഴയെന്നോ തണുപ്പെന്നോ ചൂടെന്നോ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എപ്പോൾ നമ്മൾ നട്ടാലും നമുക്ക് ആവശ്യത്തിനുള്ളതായ പയർ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലെസൺ 1, 2, 3 ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പയർ ആർക്കും നടാവുന്ന രീതിയാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് നടാനും അതുപോലെ പന്തലൊരുക്കാനൊന്നും വളരെ വലിയ വിഷമമൊന്നുമില്ലാതെ സിമ്പിളായിട്ട് നമുക്ക് കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് നമുക്ക് പയർ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ളതായ പയറുകളുണ്ട്. ഇപ്പം പിന്നെ വൈജയന്തിയുണ്ട്, അർക്കമംഗളയുണ്ട്, ലോലയുണ്ട്, കനകമണിയുണ്ട്, കുറേ കുറ്റിപ്പയറുകളുണ്ട്. ഇതിനിടയ്ക്ക് ഇനി കുറേ പേരുകൾ പറയാനുണ്ട്. അപ്പം ഏതെങ്കിലുമൊക്കെ നിങ്ങൾ നടുവാന്നുണ്ടെങ്കിൽ വിഷുവിൻ്റെയൊക്കെ സമയത്ത്, ഇനിയിപ്പം വിഷുവിന് നമുക്ക് വിളവെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. വിഷുവെന്ന് മാത്രമല്ല, നമുക്ക് എപ്പോഴും പച്ചക്കറികൾ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്താ വേണം, ഇങ്ങനെയുള്ള പയറുകളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ പയറുകളൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ് നമ്മുടെ ഈ പയറൊക്കെ. അപ്പം എന്നിട്ട് അങ്ങോട്ട് നോക്കിയാൽ എല്ലാം വള്ളിയൊക്കെ വന്നിട്ട് കമ്പയിലോട്ട് കയറി പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എനിക്ക് നമ്മുടെ വിഷുവിന് തന്നെ പയറിൻ്റെ വിളവെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഉറപ്പ്.
നല്ല ആരോഗ്യത്തോടെ ഇലയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതിനകത്ത് ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആരോ ഒരു കമൻറ്റ് പറയുന്നുണ്ട് ആരോഗ്യമില്ലാത്ത ഇലയൊക്കെയാണെന്ന്. പക്ഷേ നിങ്ങൾ കണ്ടില്ലേ, ഈ കുഞ്ഞു വാവയ്ക്ക് ഇത്രയൊക്കെ ആരോഗ്യമുള്ള ഇലയൊക്കെ പോലെ. അപ്പം നമ്മുടെ ജൈവ സ്ലറിയാണ് ഇതിൻ്റെ മുഖ്യ വളമെന്ന് പറയുന്നത്. പിന്നെ കോഴിവളം. ഇപ്പം 3 ക്ലാസ്സും കണ്ടവർക്ക് അറിയാം ഇതെങ്ങനെയാണ് നട്ടതെന്നും എന്തൊക്കെ വളം കൊടുത്തു എന്നൊക്കെ. ഇപ്പം എൻ്റെ പയറുകൾ കഴിഞ്ഞ മാസം നമ്മൾ നട്ട പയറുകളൊക്കെ എല്ലാം നമ്മുടെ കൊച്ചു പന്തലിനകത്തോട്ട് കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ നട്ടുപിടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 5 ജൈവ വളങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ആ ജൈവവളങ്ങളൂടെ ഉണ്ടാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കൃഷികളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വലിയ ചിലവില്ലാത്ത വളങ്ങളാണ്. നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളതങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയാതെ കമ്പോസ്റ്റ് ആക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് വളമായിട്ട് അത് അടിപൊളി ഒരു വളമാണ് ഈ കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാ വേസ്റ്റുകളും അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പം നൈട്രജനും ഫോസ്ഫറസും കാൽസ്യം എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വേസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളയാതെ ഒരു ബക്കറ്റിനകത്തൊക്കെ ആക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേസ്റ്റുകൾ ബക്കറ്റിലിട്ട് കഞ്ഞിവെള്ളമോ പച്ചവെള്ളമോ ഒഴിച്ചിട്ട് വെച്ചിരുന്നാലും നമുക്ക് നല്ല വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്താണ് മുളക് എന്ന് പറയുന്നത്. മുളക് കൃഷി എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഇഷ്ടം പോലെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. ആർക്കും ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ തുടക്കത്തിലേ നമ്മൾ അത് പാകിയിട്ട് പറിച്ച് നടുമ്പോൾ സുഡോമോണസ് കലക്കിയ വെള്ളമൊക്കെ ഒഴിക്കുക. പിന്നെ ഒരു 10 ദിവസം കൂടുമ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ സുഡോമോണസൊക്കെ തളിച്ചു കൊടുക്കുക. ചാരവും കഞ്ഞിവെള്ളമൊക്കെ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മുളകൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ പിന്നെ തണലത്ത് ഒരുപാട് ഡയറക്റ്റ് വെയിൽ കിട്ടുന്നിടത്ത് നമ്മൾ മുളക് നടാതെ ഇരിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് വെയിൽ മതി എന്ന് വെച്ചാൽ അതിന് സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, എന്നാൽ അധികം ആവാത്ത രീതിയിൽ നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മുളക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതായ ഈ വളങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മാത്രം മതി. പൂക്കളൊക്കെ വരുന്നതായ സമയത്ത് നമ്മുടെ ഫിഷാമിനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടെ വളർന്ന് വരുന്നതായിട്ട് പൂ വരാനായിട്ട് നമുക്ക് എഗ്ഗാമിനോ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പിന്നെ അങ്ങോട്ട് പൂവും കായും ഒക്കെ ആകുമ്പോഴേ പിന്നെ ജൈവ സ്ലറി ആ സമയത്ത് എപ്പം വേണമെങ്കിലും ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാം. തുടക്കം മുതലേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി വളങ്ങളാണ്. തീർച്ചയായിട്ടും എല്ലാവരും മുളക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എപ്പോഴും വേണ്ടുന്നുണ്ട് ദിവസം ഒരു 5 പച്ചമുളകെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് വേണമല്ലോ. അപ്പം തീർച്ചയായിട്ടും പച്ചമുളക് നട്ടുപിടിപ്പിക്കാനായിട്ട് നല്ല കാലാവസ്ഥയാണ്. എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിത്യവഴുതന പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും നിത്യവഴുതന ഇഷ്ടം പോലെ വളർന്നു വരും. അപ്പം നമ്മൾ നട്ടേക്കുന്നതിൻ്റെ വിത്തുകളൊക്കെ ഇവിടെ വീണിട്ട് എവിടെ വീണാലും അതങ്ങ് കിളിച്ച് വന്നോളം കണ്ടില്ലേ. ഇതിനിപ്പോൾ ഇതിങ്ങോട്ട് കയറി വന്നാൽ പയറിനെ എല്ലാം ശരിയാക്കും. അപ്പം ഇതിൻ്റെയൊക്കെ വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് കേട്ടോ. അടുത്താണ് വെണ്ട കൃഷി എന്ന് പറയുന്നത്. വെണ്ടയും നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ നടാനും വിളവെടുക്കാനും പറ്റിയ സമയമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വിഷുവിന് അത്യാവശ്യം പച്ചക്കറികളൊക്കെ വേണമല്ലോ. അപ്പം എല്ലാവരും ഇതൊക്കെ നട്ടിട്ടുണ്ടായിരിക്കും. ഫെബ്രുവരി മാസത്തിൽ നട്ടവർക്ക് തീർച്ചയായിട്ടും വിഷുവിന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ വെണ്ടയും നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക. പലതരത്തിലുള്ളതായ വെണ്ടകളൊക്കെ കിട്ടും. സൽക്കീർത്തി വെണ്ടയുണ്ട്, അനാമികയുണ്ട്, വർഷവെണ്ടയുണ്ട്, കസ്തൂരി വെണ്ടയുണ്ട്, മരവെണ്ടയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ളതായ വെണ്ടകളുണ്ട്. ഏതെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഓടി ചെന്ന് നമ്മുടെ സാമ്പാറിനകത്തൊരു വെണ്ടയ്ക്കൊക്കെ ഇടണമെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നതായ വെണ്ടയ്ക്ക തന്നെ നമുക്കെടുത്ത് കറി വയ്ക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞു വെണ്ടയിൽ വെണ്ടയ്ക്ക പിടിച്ചിട്ടുണ്ട്. നമ്മളത് നുള്ളി കളയേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ആരോഗ്യത്തിനനുസരിച്ച് അവർ പിടിക്കട്ടെ. നമ്മൾ വളമൊക്കെ ഒഴിച്ചു കൊടുക്കും തോറും അവർ പിന്നെ വലിയ കായൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിപ്പോകും. നിങ്ങൾ വിചാരിച്ചേക്കാൻ ഞങ്ങൾക്ക് ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊന്നും കിട്ടുന്നില്ല, ഞങ്ങളുടെ അടുത്തൊന്നും ഇല്ല, ഞങ്ങൾ എങ്ങനെ നടും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചേക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത്. www.minislife.com എന്ന് വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ളതായ ചീര, പയർ, വെണ്ട ഇങ്ങനെയുള്ളതായ എല്ലാ വിത്തുകളും എല്ലാത്തിൻ്റെയും വെറൈറ്റികളുണ്ട്. നിങ്ങൾക്ക് വാങ്ങിച്ച് നടാവുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. തക്കാളി നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതും വിളവെടുക്കാവുന്നതുമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വിത്ത് പാകി കിളിപ്പിച്ചാലും നമുക്ക് നല്ലതുപോലെ വലിയ കീടശല്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തക്കാളിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇനി ശീതകാല പച്ചക്കറികളൊന്നും നിങ്ങൾ വിത്തിട്ടിട്ട് നിങ്ങൾ നടാനായിട്ട് നിൽക്കരുത്. അഥവാ തൈ കിട്ടുകയെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്രയ്ക്ക് ചൂടാണ്. ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ ഒഴിച്ച് കിളിപ്പിച്ചെടുക്കാമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മഴമറയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വിളവെടുക്കാനായിട്ടൊക്കെ സാധിക്കും. നിങ്ങൾ ഏത് പച്ചക്കറി നട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ ആ 5 ജൈവവളങ്ങൾ നിങ്ങൾ പ്രയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു വെക്കുകയെന്നുണ്ടെങ്കിൽ
വലിയ ചിലവില്ലാത്ത രീതിയിൽ നമ്മുടെ കൃഷികളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ആ വളങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണേ. പിന്നെ നമുക്ക് പടർത്തി വിടാൻ പറ്റുന്നതായ നമ്മുടെ പാവല്, പടവലം, കുമ്പളം, അതേപോലെ തന്നെ ചുരയ്ക്ക, ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാം. നമുക്കൊരു ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ ഇതെല്ലാം. കാരണം നല്ല കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിന് ഷോർട്ടേജൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കഴുകുന്നതോ തുണി കഴുകുന്നതൊക്കെ സോപ്പ് ഇല്ലാത്തതായ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പടർത്തി വിടുന്നതിനെല്ലാം നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. വലിയ കീടങ്ങളുടെ ശല്യമൊന്നും കാണത്തില്ല. അപ്പം ഇതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വിഷു എല്ലാം ഇത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഓരോന്നും വിളവെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം മത്തൻ നടാം. അപ്പം ഞാനും ഇതേപോലെ കുമ്പളവും മത്തനും ഒക്കെ നട്ടിട്ടുണ്ട്. പയറുവിനെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ വീട്ടിനകത്ത് ഇരുന്ന് നമ്മുടെ സമയങ്ങൾ വെറുതെ പാഴാക്കി കളയാതെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും, ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും. മുറ്റത്തോട്ട് ഇറങ്ങി ഇവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ആനന്ദം തന്നെയാണ്. അപ്പം എല്ലാവരും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തയാണ് പീച്ചിൽ കൃഷി എന്ന് പറയുന്നത്. പീച്ചിൽ നിങ്ങൾക്ക് ഈ കാലാവസ്ഥയിൽ നല്ല അടിപൊളിയായിട്ട് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 3 ഗ്രോ ബാഗിനകത്ത് പീച്ചിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ടും നമ്മൾ ചിലരുടെയൊക്കെ ഒരു കംപ്ലൈൻ്റ് ആണ് പീച്ചിങ്ങ പിടിക്കും, അതങ്ങോട്ട് പഴുത്ത് പോവുകയാണെന്നുള്ളത്. നമ്മൾ ഓരോ വളങ്ങളും അസുഖങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ സുഡോമോണസ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആഴ്ചയുടെ ലാസ്റ്റ് നമ്മൾ വിവേറിയ കൊടുക്കുക. പിന്നെ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഫിഷ് അമ്മനും ഇങ്ങനെ മാറി മാറി നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പീച്ചിങ്ങയൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇഷ്ടം പോലെ പിടിച്ചോളും പീച്ചിങ്ങ. ഓരോ പൂവിനകത്തും ഇങ്ങനെ കായ്കളായിട്ടാണ് പീച്ചിങ്ങ വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു 3 ഗ്രോ ബാഗിനകത്തെങ്കിലും നിങ്ങൾ പീച്ചിലൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ നിന്ന് വാങ്ങിക്കുന്ന ഗ്രോ ബാഗിനകത്ത് കൃഷി ചെയ്തിട്ട് നിങ്ങളൊരു വീഡിയോ ഒക്കെ ആക്കി ഇടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ അയച്ചു തരാമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഗ്രോ ബാഗിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല സൂപ്പർ ഗ്രോ ബാഗാണ്. അതൊരു 5 വർഷത്തോളം ഈട് നിൽക്കുന്നതായ ഗ്രോ ബാഗ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലതിനും വിത്തുകളൊക്കെ വാങ്ങിച്ച് ഇതേപോലെ ഗ്രോ ബാഗിനകത്തൊക്കെ നടുക എന്നുണ്ടെങ്കിൽ ഒരു ആ പച്ചപ്പും നമ്മുടെ പച്ചക്കറി കൃഷിയുടെ പച്ചപ്പും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.